നമസ്കാരം. ശിവരാത്രിക്കല്ലാതെ ആലുവ മണപ്പുറം കണ്ടിട്ടുണ്ടോ? ശിവരാത്രി ഇല്ലാത്ത സമയത്ത് ആലുവ മണപ്പുറം എങ്ങനെ ഇരിക്കുമെന്ന് കാണണ്ടേ? ഇത് ആലുവയിലെ മാർത്താണ്ഡവർമ്മ പാലം, പഴയ പാലവും പുതിയ പാലവും. ഈ കാണുന്നത് പെരിയാർ നദിയാണ്. ഇവിടെ നിന്നും കിഴക്കോട്ട് നോക്കിയാൽ 1 കിലോമീറ്റർ അകലത്തിലാണ് ആലുവ മണൽപ്പുറവും ആലുവ മഹാദേവ ക്ഷേത്രവും. ഞാൻ വിനോദാണ്. വിരാടം വിനോദത്തിൻ്റെ ഏറ്റവും പുതിയ കാഴ്ചകളിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. നമ്മൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീരാമൻ സീതാന്വേഷണ കാലത്ത് ജടായുവിന് തർപ്പണമർപ്പിച്ച സ്ഥലമാണെന്നാണ് ഈ ക്ഷേത്ര പരിസരം അറിയപ്പെടുന്നത്. പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ മൂർത്തി. കേരളത്തിൽ ഇത്രയും വിപുലമായി ശിവരാത്രി ആഘോഷിക്കുന്ന മറ്റൊരു സ്ഥലവും ഇല്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കണ്ട. കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. കേരളത്തിലെ മൺസൂൺ കാലത്ത് ഏതാണ്ട് പൂർണ്ണമായും മുങ്ങിപ്പോകുന്ന ഒരു ക്ഷേത്രമാണ് ആലുവ ശിവക്ഷേത്രം. അതുകൊണ്ട് തന്നെ സാധാരണ ക്ഷേത്രങ്ങളിലെ പോലെ ശ്രീകോവിലോ സ്ഥിരമായ മേൽക്കൂരയോ ഒന്നും ഈ ക്ഷേത്രത്തിനില്ല. അതിനെക്കുറിച്ചും ചില ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. ഒരൈതിഹ്യം ഇതാണ്: ശിവപ്രതിഷ്ഠയ്ക്ക് ശേഷം, ശിവലിംഗ പ്രതിഷ്ഠയ്ക്ക് ശേഷം പരശുരാമൻ ഒരു ക്ഷേത്രം നിർമ്മിക്കാൻ ശ്രമിച്ചുവെന്നും ആ ക്ഷേത്രം നിർമ്മിക്കുന്ന സമയത്ത് വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയ ഭാഗങ്ങളൊക്കെ ഒലിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് മഹാദേവൻ പ്രത്യക്ഷപ്പെട്ട് അവിടെ സ്ഥിരമായിട്ടൊരു ക്ഷേത്രം വേണ്ട എന്ന് പരശുരാമനോട് പറഞ്ഞു അത്രേ. മറ്റൊരു ഐതിഹ്യമുള്ളത്, ശിവൻ്റെ ഭൂതഗണങ്ങൾ ഇവിടെ ഒരു ക്ഷേത്രം വേണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. ക്ഷേത്രം പണിയാൻ സമ്മതിക്കണമെന്ന് അദ്ദേഹത്തിനോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മഹാദേവൻ പറഞ്ഞത് ഒരു രാത്രി കൊണ്ട് ഇത് പണി തീർക്കണമെന്ന് ഭൂതഗണങ്ങളോട് ആവശ്യപ്പെട്ടു. പക്ഷേ രാത്രിയായപ്പോൾ, അല്ലെങ്കിൽ വെളുപ്പാങ്കാലമായപ്പോഴോ എപ്പോഴോ മഹാവിഷ്ണു വേഷപ്രസന്നനായി വന്ന് പൂവൻകോഴിയുടെ രൂപത്തിൽ വന്ന് കൂവി അത്രേ. ഈ കൂവൽ കേട്ട് നേരം വെളുത്തു എന്ന് വിചാരിച്ച് ഭൂതഗണങ്ങൾ പണി നിർത്തിയെന്നും അതുകൊണ്ടാണ് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടാകാതെ പോയതെന്നും മറ്റൊരു ഐതിഹ്യമുണ്ട്. കിഴക്കോട്ട് പ്രതിഷ്ഠയുള്ള ഈ ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് പെരിയാർ രണ്ടായിട്ട് പിരിയുന്നുണ്ട്, മംഗലപ്പുഴയും പെരിയാറും. ഇതിന് രണ്ടിനും ഇടയിലുള്ള ഈ മണൽത്തിട്ടയാണ് ആലുവ മണപ്പുറം. ഈ മണപ്പുറത്താണ് ഈ ക്ഷേത്രമുള്ളത്. അതുകൊണ്ട് തന്നെ മൺസൂൺ കാലത്ത് പെരിയാറിന് വെള്ളം പൊങ്ങുമ്പോൾ ഈ മണൽത്തിട്ട മുങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് ക്ഷേത്രവും മുങ്ങിപ്പോകാറുണ്ട്. വെള്ളപ്പൊക്ക സമയത്ത് പൂജ മുടങ്ങാതിരിക്കാനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് വശത്ത് ഒരു മേലെ ക്ഷേത്രമുണ്ട്. ടെമ്പററി ആയിട്ടുള്ള ഒരു ചെറിയ ക്ഷേത്രം. അവിടെയാണ് മഴക്കാലത്ത് ഈ ക്ഷേത്രം മുങ്ങിപ്പ് കഴിഞ്ഞാൽ പൂജകൾ നടക്കുന്നത്. ഈ കാണുന്ന പാലം ആലുവ ടൗണിൽ നിന്നും നമുക്ക് ഈ
സിറ്റിയിലേക്ക് വരാവുന്ന പാലമാണ്. ഇതിൽ വാഹനങ്ങൾ വരില്ല, ഭക്തജനങ്ങൾക്ക് നടന്നു വരാവുന്ന ഒരു പാലമാണ്. ഈ ദൂരെ കാണുന്നതാണ് നാഷണൽ ഹൈവേയിലുള്ള മാർത്താണ്ഡവർമ്മ പാലം. ഇവിടെ രാവിലെ മുതൽ പിതൃക്കൾക്കായുള്ള ബലി തർപ്പണങ്ങൾ നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ രാവിലെ വന്ന് ബലി തർപ്പണങ്ങൾ ചെയ്യുന്നത് കാണാൻ പറ്റും. ക്ഷേത്രത്തിന് മുന്നിലെ നന്ദി. ഒരു വലത്തുകൂടിയിട്ട് നമുക്ക് ആലുവ ക്ഷേത്രത്തിനോട് വിട പറയാം. ആലുവ ക്ഷേത്രത്തെക്കുറിച്ച് കൂടുതൽ അറിവുകൾ, ഐതിഹ്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. വീണ്ടും അടുത്ത വീഡിയോ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.